ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ സ്നാനം നൽകുന്നതിന് വേണ്ടി ശിഷ്യന്മാരോടൊപ്പം യോഹന്നാൻ സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ വെച്ച് അവിടുന്ന് സ്നാനം നൽകുമ്പോൾ യേശുനാഥൻ ശിഷ്യന്മാരെ മാത്രമാണ് സ്നാനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് സ്നാനം നൽകുന്നത് കേട്ടിട്ട് ഒത്തിരിയേറെ മനുഷ്യർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ ശിഷ്യന്മാരും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയാണ്. അതിൻ്റെ അവസാനം യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് യോഹന്നാനോട് പറയുന്നുണ്ട്, നീ ആരെക്കുറിച്ച് പറഞ്ഞുവോ ആ മനുഷ്യൻ്റെ ശിഷ്യന്മാർ അവിടെ സ്നാനം നൽകുന്നിടത്തുണ്ട്, അവൻ്റെ പക്കലേക്ക് ഒത്തിരിയധികം മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് യോഹന്നാൻ പറയുകയാണ്, എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു എന്നാണ്. അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും ചെയ്യണം എന്ന് പറയുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ യോഹന്നാൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ചാണ്. എന്താണ് യോഹന്നാൻ്റെ പ്രത്യേകത? യേശുനാഥൻ യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും നല്ലവനായ മനുഷ്യൻ എന്നാണ് പറഞ്ഞത് യോഹന്നാനെ കുറിച്ച്. അപ്പോൾ ഇതേ യോഹന്നാൻ്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്, എല്ലാം ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് യോഹന്നാൻ. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ പുതുവത്സരത്തിൻ്റെ ചിന്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈശോ നൽകുന്ന ദാനങ്ങളെക്കുറിച്ചും അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ധ്യാനിച്ചു വരുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ തിരുനാൾ അവസാനിക്കുകയാണ്. ഇന്ന് ഈ വരുന്ന ഞായറാഴ്ച മുതൽ ആണ്ടുവട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസോടുകൂടെ ഇത് അവസാനിച്ചുകൊണ്ട് പുതിയൊരു ആണ്ടുവട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ചിന്ത, സന്തോഷങ്ങൾ എന്തെങ്കിലും നന്മ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോഴും സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ അതിന് കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇപ്പോൾ അവനുള്ളത് അവൻ്റെ ശിഷ്യന്മാരാണ്. കാരണം യോഹന്നാൻ്റെ അപ്പൻ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ പ്രധാന പുരോഹിതനായിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒത്തിരിയധികം സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് യോഹന്നാൻ. അതെല്ലാം യോഹന്നാൻ ഉപേക്ഷിച്ചിട്ടാണ് മരുഭൂമിയിൽ പോയി ജീവിച്ചത്. അവൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ സുവിശേഷം പറയുന്നുണ്ട്, വളരെ എളിയ രീതിയിലുള്ള വസ്ത്രധാരണം. അപ്പോൾ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഒരു ഗുരു എന്ന നിലയ്ക്ക് അവൻ്റെ സമ്പത്ത് ശിഷ്യന്മാരാണ്. ഇപ്പോൾ ആ ശിഷ്യന്മാരെ പോലും ഈശോയ്ക്ക് വേണ്ടി അവൻ നഷ്ടപ്പെടുത്തുകയാണ്. ആ നഷ്ടപ്പെടുത്തിയിട്ട് അവൻ പറയുകയാണ്, ഞാൻ സന്തോഷിക്കുകയാണ്, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമാവുകയാണ്. അപ്പോൾ നഷ്ടങ്ങളുടെ പരമ്പര ലഭിച്ചൊരു മനുഷ്യനാണ് യോഹന്നാൻ. എന്നിട്ടും യോഹന്നാൻ സന്തോഷം കണ്ടെത്തുകയാണ്, അവൻ ആനന്ദിക്കുകയാണ്, അവൻ എൻ്റെ ആനന്ദം പൂർണ്ണമായിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു പുതുവത്സരത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരു പോസിറ്റീവ് ചിന്തയാണ്. നമുക്ക് കുറവുകൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ആനന്ദിക്കാൻ കഴിയണം. കാരണം ഈ അനുഗ്രഹങ്ങൾ തന്നവൻ തന്നെയാണ് ഈ നഷ്ടത്തിൻ്റെ ഒപ്പവും നമ്മോട് കൂടെ ഉള്ളത്. അവൻ എപ്പോഴും നമ്മെ അനുഗ്രഹിക്കുകയും നഷ്ടങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ളൊരു ബോധ്യമാണ്. എന്നിട്ട് സുവിശേഷം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. ഇനി യോഹന്നാനെ കാത്തിരിക്കുന്ന കാരാഗ്രഹമാണ്. ഇനി അവൻ ആകെ നൽകാനുള്ളത് അവൻ്റെ ജീവനാണ്. അതും യേശുവിനായി നൽകി അവൻ നൽകേണ്ടതെല്ലാം പൂർണ്ണമായി നൽകിയ യോഹന്നാൻ നമുക്കൊരു സൂചനയാണ്. എൻ്റെ ജീവിതത്തിലെ ചെറിയ കുറവുകൾക്കെങ്കിലും ഞാൻ ദൈവത്തെ കുറ്റപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ അതൊക്കെ മാറി എൻ്റെ എല്ലാ കുറവുകൾക്കും ഞാൻ ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന സഹനങ്ങൾക്ക് പോലും സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയേണ്ട മനുഷ്യനാകേണ്ടവനാണ് ഞാനെന്ന് യോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ പുതുവത്സരത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവട്ടെ, നമ്മുടെ കുറവുകളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയട്ടെ. അപ്പോൾ ചുറ്റുമുള്ള മനുഷ്യരിലും ഇതുപോലെ കുറവുകളിൽ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം ചേർന്നുകൊണ്ട് അവരെയും സന്തോഷിപ്പിക്കാൻ, അവർക്കും അനുഗ്രഹങ്ങളൊക്കെ നൽകുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് കഴിയണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.